അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കറിയാം ഈ വരുന്ന ഓഗസ്റ്റ് മാസം നമ്മുടെ മദ്രസയിലെ പരീക്ഷകൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഏതായാലും ഓൺലൈനായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ കേട്ടു. ഒരുപാട് ആളുകൾ കൃത്യമായിട്ട് നോട്ട് എഴുതി അയച്ചിരുന്നു. വളരെ നല്ല രീതിയിൽ പഠനം മുന്നോട്ട് പോയിരുന്നു. പക്ഷേ എന്നിട്ട് പോലും പലർക്കും ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഓരോ പാഠഭാഗത്തെയും അർത്ഥങ്ങൾ അറിയാത്ത ഒരു അവസ്ഥ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എത്ര വിശദീകരിച്ചിട്ടും ചിലർക്കൊക്കെ പല ഡൗട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പുരോഗതിക്ക് വേണ്ടിയും അവർക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലൊരു ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങളും അർത്ഥം വെക്കുന്നതും മറ്റുമൊക്കെ മനസ്സിലാക്കുക. ദുറൂസുൽ ഇഹ്സാനിലെ ഒന്നാമത്തെ പാഠമാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഒന്നാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് അല്ലാഹു ഖാലിഖുന, അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ് എന്നുള്ളതാണ് ഹെഡിങ്. ഇതുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. ഇന്നൽ ഫിക്ര, നിശ്ചയമായും ചിന്ത എന്നുള്ളത് മിഫ്താവുൽ ഉലൂം, എല്ലാ വിജ്ഞാനങ്ങളുടെയും താക്കോലാണ്, എല്ലാ അറിവുകളുടെയും താക്കോലാണ് ചിന്ത എന്ന് പറയുന്നത്. വബിഹി, അതുകൊണ്ട് യകൂനു ഇൻസാനു ഇൻസാനൻ, ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാകുന്നത് ഈ ഒരു ചിന്ത കൊണ്ടാണ്. വമല്ലം യതഫക്കർ, ആരെങ്കിലും ഒരാൾ ചിന്തിക്കുന്നില്ലെങ്കിൽ ഫൗവകൽ അൻആമി, അവൻ മൃഗങ്ങളെപ്പോലെയാണ്, കാലികളെപ്പോലെയാണ്, നാൽക്കാലികളെപ്പോലെയാണ്. വലിയകുൻ അഫ്കാറുന ഔവലൻ, നമ്മുടെ ആദ്യത്തെ ചിന്തയാകണം അൻ അംഫുസിന, നമ്മുടെ ശരീരത്തെക്കുറിച്ചായിരിക്കണം. നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ടത് നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ്. കാരണം ലാ ശക്ക, ഒരു സംശയവുമില്ല, അന്നമൻ അറഫ നഫ്സഹു, ആരെങ്കിലും ഒരാൾ അവൻ്റെ നഫ്സിനെ മനസ്സിലാക്കിയാൽ, നഫ്സിനെ അറിഞ്ഞാൽ, ഫഖദ് അറഫ റബ്ബഹു, അവനവൻ്റെ റബ്ബിനെ അറിഞ്ഞിരിക്കുന്നു, അവനവൻ്റെ റബ്ബിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. തഫക്കുറു സാഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി സനത്തിൻ, ഒരു മണിക്കൂർ ചിന്തിക്കുക എന്ന് പറയുന്നത് ഖൈറും മിൻ ഇബാദത്തി സനത്തിൻ, ഒരു വർഷം ആരാധന നടത്തുന്നതിനേക്കാൾ ഏറ്റവും ഖൈറായതാണ് ഒരു മണിക്കൂർ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ. അതിനർത്ഥം എല്ലാ ഇബാദത്തും ഒഴിവാക്കി അതൊക്കെ മാറ്റിവെച്ച് വെറും ചിന്തിക്കാനിരിക്കണം എന്നല്ല പറഞ്ഞത്. ചിന്തക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഒരു വർഷത്തോളം യാതൊരു ചിന്തകളും ഇല്ലാതെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു മണിക്കൂർ ചിന്തിക്കലാണ്. അഥവാ ചിന്തയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എപ്പോഴും അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കണം എന്നാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മോട് പറയുന്നത്. മൻ ഖലഖന, ആരാണ് നമ്മെ സൃഷ്ടിച്ചത്? മൻ ഖലഖ ആബാഅന വ ഉമ്മഹാത്തിന, നമ്മുടെ മാതാപിതാക്കളെ ആരാണ് സൃഷ്ടിച്ചത്? ആബാ എന്ന് പറഞ്ഞാൽ ഉപ്പമാർ, പിതാക്കന്മാർ. ഉമ്മഹാത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മമാർ, മാതാക്കൾ. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ ആരാണ് സൃഷ്ടിച്ചത്? വ അജ്ദാദിന, നമ്മുടെ ഉപ്പാപ്പമാരെ, വലിയുപ്പമാരെ ആരാണ് സൃഷ്ടിച്ചത്? വ ജദ്ദാത്തിന, നമ്മുടെ ഉമ്മാമ്മമാരെ അഥവാ നമ്മുടെ വലിയുമ്മമാരെ ആരാണ് സൃഷ്ടിച്ചത്? മൻ ഖലഖ അവ്വലൽ ബശർ, ആദം അലൈഹിസ്സലാം, ആദ്യത്തെ മനുഷ്യനായിട്ടുള്ള ആദം നബിയെ, അവ്വലുൽ ബശറായിട്ടുള്ള ആദം നബിയെ ആരാണ് സൃഷ്ടിച്ചത്? അലൈഹിസ്സലാം. മൻ ഖലഖസ് സമാവാതി, ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്? വൽ അർള, ഭൂമിയെയും, വൽ അൻഹാറ, പുഴകളെയും, വൽ ബിഹാറ, സമുദ്രങ്ങളെയും, വൽ ബഹായിമ, മൃഗങ്ങളെയും, വൽ അസ്ജാറ, മരങ്ങളെയും, വൈറഹ, മറ്റുള്ളവയെയും. അപ്പോൾ ഇവിടെ നമ്മുടെ കിതാബിൽ ചോദിക്കുകയാണ്, മൻ ഖലഖന, ആരാ നമ്മളെ സൃഷ്ടിച്ചത്? ആബാഅന വ ഉമ്മഹാത്തിന, നമ്മുടെ മാതാപിതാക്കളെ ആരാണ് സൃഷ്ടിച്ചത്? വാജിദാദിന വ ജദ്ദാത്തിന,
നമ്മുടെ വലിയുപ്പമാരെയും വലിയുമ്മമാരെയും ആരാണ് സൃഷ്ടിച്ചത്? മൻ ഖലക അവ്വലൽ ബഷർ ആദം അലൈഹിസ്സലാം, ആദ്യ മനുഷ്യനായിട്ടുള്ള ആദം നബി ആരാണ് സൃഷ്ടിച്ചത്? അതുമാത്രമല്ല, മനുഷ്യരെ മാത്രമല്ല, പകരം ഇവിടെയുള്ള ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിച്ചത്? അതിലെ അൻഹാർ, അതിലെ പുഴകളെ, വൽ ബിഹാർ സമുദ്രങ്ങളെ, വൽ ബഹായിം മൃഗങ്ങളെ, വൽ അഷ്ജാർ മരങ്ങളെ, വൈറഹ മറ്റുള്ളവയെയും ആരാണ് സൃഷ്ടിച്ചത്? ഇതിനൊക്കെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അല്ലാഹു ഖാലിഖുന, അല്ലാഹു ആണ് നമ്മുടെ സൃഷ്ടാവ് മാത്രമല്ല.